അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് കുറച്ച് ടെക് ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതാണ് അവസ്ഥ. ദിസ് ഈസ് ദ കോൾഡ് ഫേസ് ഓഫ് ടെക് ഇൻഡസ്ട്രി. അതെ, പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ചില സൂചനകളൊക്കെ വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും വലിയ കാര്യമായിട്ട് നമുക്ക് ഓഫ് കോഴ്സ് മിഡ് റേഞ്ചിലോ അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം മിഡ് റേഞ്ചിലോ ബഡ്ജറ്റിലോ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഫ്ലാഗ്ഷിപ്പിൽ ഉള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ജനുവരി ആകുമ്പോഴേ ഞാൻ നോക്കിയിട്ട് കുറച്ചൊന്ന് കൊഴുക്കുള്ളൂ മാർക്കറ്റ്. അപ്പം നോക്കാം. പക്ഷേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് വരുന്നുണ്ട് ഭാവിയിലേക്കുള്ള, നോക്കാം. ആദ്യമായിട്ട് ഓഫ് കോഴ്സ് രണ്ട് ഫോൺസിനെ പറ്റിയുള്ള ഹൈപ്പിലാണ് ഇപ്പോൾ പോകുന്നത്. റിയൽമി GT7 Proയും എനിക്ക് എപ്പോഴും X7 വായി വരുള്ളൂ. അതുപോലെ iQ13 വരുന്നുണ്ട്. സോ രണ്ട് ഫോൺസിൻ്റെയും കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് വരുന്നതിനും ചൈന വേരിയന്റിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് രണ്ട് ഫോണിൻ്റെയും പറഞ്ഞ ബാറ്ററി ബാക്കപ്പ്. ചൈനയിൽ ഇറങ്ങുന്ന iQ13 ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 6150 mAh ബാറ്ററിയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് 6000 mAh ആണ്. ഓക്കെ ഫൈൻ, 150 അല്ലേ, പോട്ടെ. ഇനി റിയൽമി GT7 Pro ചൈനയിൽ ഇറങ്ങുന്നത് 6500 mAh. എനിക്ക് അറിയത്തില്ല കേട്ടോ ഇവരെങ്ങനെ 6500 mAh എങ്ങനെ സെറ്റ് ചെയ്യുന്നു. സിലിക്കൺ ആനോഡ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ബാറ്ററി ടെക്നോളജിയിൽ കുറച്ച് മാറ്റം വരുത്തി ഫോണിനെ സ്ലിം ആക്കാൻ വേണ്ടി ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ mAh കൂട്ടുകയും അതേപോലെ ഫോണിന്റെ സൈസ് കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണ്. നോക്കാം. പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന റിയൽമി GT7 Proയിൽ 5800 mAh ഉള്ളൂ. അതായത് ഒരു 700 mAh അങ്ങോട്ട് തിന്നു. എനിക്കറിയില്ല. എനിവേ നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. അടുത്ത വർഷം മിക്കവാറും ഇറങ്ങാൻ പോകുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് മിഡ് റേഞ്ച് ആണെങ്കിൽ പോലും മിനിമം 6000 mAh ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. കാരണം ബാറ്ററി ബാക്കപ്പ് അല്ലാതെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇമാരെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെയുള്ള വഴിയെന്ന് വെച്ചാൽ mAh കൂട്ടാന്നുള്ള ഫാസ്റ്റ് ചാർജിങ് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൊണ്ടുവരായിരിക്കും. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജിങ്ങിനാണ് നമ്മൾ കൂടുതൽ റിലേ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണാണെങ്കിലും ബാറ്ററി എനിക്ക് വൺ ഡേ എന്ന് പറയാമല്ലോ, ഒരു 5 hours ഒക്കെ കിട്ടും. ഇത്രേ ഉള്ളൂ. ആദ്യമേ 6-7 ഒക്കെ കിട്ടുമായിരുന്നു, ഇപ്പോൾ കുറയും. പിന്നെ ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് നമുക്കൊരു 15 മിനിറ്റ് കുത്തിയിട്ടാൽ തന്നെ 10-60-70% കയറി കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം, പിന്നെ നമുക്ക് ഓടിക്കാം. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. എന്തായാലും നോക്കാം. അപ്പോൾ അടുത്ത വർഷം 5000-6000 ഒക്കെ വരും. 5000 അല്ല 6000-7000 ഒക്കെ വരും. അപ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബൾക്കി ഫോൺസ് വരണമെന്നില്ല. ചിലപ്പോൾ ഈ 6500 mAh ആണെങ്കിൽ പോലും സ്ലിം ആയിട്ടുള്ള ഫോൺസ് ആയിരിക്കും വരുന്നത്. കാരണം കുറച്ചുകൂടെ നൈസ് ടെക്നോളജീസ് ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സാഡ് ന്യൂസ് എന്ന് പറയുന്നത് റിയൽമി GT7 Pro ഓൾറെഡി ചൈനയിൽ ഇറങ്ങി. ഷവോമിയുടെ ഫോണും ചൈനയിൽ ഇറങ്ങി 15 ആണ്. അതെ, ഈ രണ്ട് ഫോണുകളിലും ചൈനയിലെ സ്നാപ്ഡ്രാഗൺ 8 Elite വെച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ രണ്ട് ഫോണുകളിലും ഹീറ്റിംഗ് ഉള്ളതായിട്ട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അതായത് ബി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞ മുട്ട പൊരിക്കുന്ന അടുത്ത യന്ത്രമാണ്. അതായത് ആ ഒരു ഹോട്ട് എന്ന് പറഞ്ഞ സംവിധാനം ബാക്ക് എന്ന് വേണേൽ പറയാം. 888 Gen 1 കഴിഞ്ഞ് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സ്നാപ്ഡ്രാഗൺ. അപ്പോൾ ഇപ്രാവശ്യം മുട്ട പൊരിക്കാൻ തോന്നുന്നു. ഇനി അതർ സൈഡ് എന്ന് പറയുന്നത് സംടൈംസ് മുട്ട പൊരിക്കുന്നത് ഹാർഡ്വെയർ ലെവൽ പ്രശ്നമല്ലായിരിക്കും. സംടൈംസ് റിയൽമിയുടെ iQന്റെ ഒക്കെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമായിരിക്കും. കാരണം പിടി എന്ന് പറഞ്ഞാണ് ഇമാർ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. കാരണം ഒരു സാധനം പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാതെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മികച്ചിരിക്കും. ഇവരിങ്ങനെ എടുപിടി എന്ന് പറഞ്ഞ് 8 Elite വന്നു ഉടനെ തന്നെ റിയൽമിയുടെ ഒരു അഹങ്കാരം എന്ന് പറയുന്നത് റിയൽമിക്ക് എപ്പോഴും ആദ്യം ഇറക്കണം. അതൊരു ഇച്ചിരി അഹങ്കാരമാണ്. ആദ്യം എല്ലാം ഇറക്കണം, എന്നിട്ട് അതിൻ്റെ തേങ്ങ കിട്ടട്ടെ. അപ്പോൾ ആദ്യം ഇറക്കുന്നതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ ആ ഒരു എടുപിടി എന്നുള്ള സംഭവത്തിൽ ചിലപ്പം ടെസ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഒക്കെ വീക്ക് ആയിരിക്കും. അതുകൊണ്ടാവാം ഹീറ്റ്. ഇത് ഷവോമിയിൽ ആപ്ലിക്കബിൾ ആണ്. രണ്ടുപേരും എടുപിടി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ, ചിപ്പ് ലെവൽ പ്രശ്നം അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഈസ് സേഫ്. അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണും മുട്ട പൊരിക്കും, സോഫ്റ്റ്വെയർ നല്ല അല്ലെങ്കിൽ ആ ബ്രാൻഡും മുട്ട പൊരിപ്പിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ കൂടിയുള്ള കിടിലൻ റോസ്റ്റഡ് എഗ് കിട്ടും. മുട്ട സന്തോഷം. അടുത്തായിട്ടുള്ള ന്യൂസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. iQന്റെ Neo 10 Pro ലോഞ്ച് ആകാൻ പോവുകയാണ്. ഓഫ് കോഴ്സ് Neo 7 Pro വന്നു, Neo 8 Pro ചൈന വന്നു, Neo 9 Pro ഇന്ത്യ വന്നു, Neo 10 Pro എൻ്റെ ഇരിക്കുന്ന Neo 7 Pro ആണ്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ഫോൺ. Neo 10 Proയിൽ Dimensity 9400 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. 9400, അതായത് മീഡിയാടെക്കിന്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. ഇത് ചൈന വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇന്ത്യ വരത്തില്ലായിരിക്കും. കാരണം ഇവിടെ സ്നാപ്ഡ്രാഗൺ ഇറക്കുന്നതാണ് അവർക്ക് നല്ലത്. കാരണം ആൾക്കാർക്ക് ജനറലി ഒരു തിങ്കിങ് കൂടെ വന്നിട്ടുണ്ട്, സ്നാപ്ഡ്രാഗൺ ഉള്ള ഫോൺ നല്ലതാണ്. സോ അത് അവർ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് യൂസ് ചെയ്യും. Dimensity 9400 ഇറ്റ്സ് ഗുഡ്, കേട്ടിടത്തോളം നല്ലതാണ്. വരുവാണെങ്കിൽ നൈസ് ആയിരിക്കും, നല്ലതാണ്. എന്തായാലും ചൈനയിൽ കൺഫേം ആയി കഴിഞ്ഞു 9400 വരും. സോ നോക്കാം. അത് കഴിഞ്ഞു ഓഫ് കോഴ്സ് ഒരു ജനുവരി ഫെബ്രുവരിയോട് കൂടെ ഇവിടെയും അവർ ലോഞ്ച് ചെയ്യും. പിടിയൊന്ന് ലോഞ്ച് ചെയ്യണമല്ലോ, ഇത് വരും. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ ഹോണറിൻ്റെ ഭാഗത്തു നിന്നാണ്. ഹോണർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചൈനയിലുണ്ട് കേട്ടോ. ഇവിടെ മാധവണ്ണൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഹോണർ 30യുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ പുതിയൊരു ഡിസൈൻ ലീക്ക് ആയിട്ടുണ്ട്. ക്യാമറ ബമ്പ് കണ്ടിട്ട് വളരെ
വിയേർഡായിട്ട് തോന്നുന്നു. കാരണം ഒരു വല്ലാത്തൊരു അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കാരണം പല ബ്രാൻഡുകളും പല രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് അവസാനം സർക്കിളാക്കി, സ്ക്വയറാക്കി, ബോക്സാക്കി പല സംവിധാനം ചെയ്ത് ഇതിപ്പോൾ ഒരു വല്ലാത്തൊരു ഷേപ്പാണ്. എനിക്ക് വലിയ ഒരു സുഖം തോന്നുന്നില്ല അത് കണ്ടിട്ട്. എനിവേ Honor 30 വരും. അതേപോലെ പലരും കമൻറ്റ് ചെയ്തായിരുന്നു, ബ്രോ പുച്ഛം ഫീൽ വരുന്നുണ്ടല്ലോ, കോൾമി ഷസാമിനെ കോപ്പി അടിക്കണമെന്നൊക്കെ. പക്ഷേ അത് നാച്ചുറലി വരുന്നതാണ്, ഞാനായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു എനിക്ക് ഓക്കെ, ഞാൻ കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞേനെ. പക്ഷേ ഇത് നാച്ചുറലി വരുന്നതാണ്. കാരണം നിങ്ങൾ ഈ കേൾക്കുക, ഈ പറഞ്ഞ ന്യൂസെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിലത് മാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് പറയുമ്പോൾ എൻ്റെ മുഖം ബ്രൈറ്റ് ആവും. പക്ഷേ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലാത്തതാണ് പറയുന്നതെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് മുഖം നോർമലി ആ ഒരു പുച്ഛത്തിലേക്ക് പോകും. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് സഹിക്കാന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് ചാനൽ കൊടുക്കുക, ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നല്ല പവർ കാണിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോന്ത എടുത്ത് മാറ്റി വെക്കാൻ പറ്റുമോ? പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കാശില്ല, അത് വേറെ കാര്യം. എനിവേ അടുത്തായിട്ടുള്ള ന്യൂസ്, നമ്മുടെ ഷവോമിയുടെ HyperOS 2 വരികയാണ്. അതെ, കുറേ ഫോണുകൾക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോൺ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ നോക്കുക, നിങ്ങളുടെ ഫോണിലും വരും. നല്ലതാക്കിയാൽ മതിയായിരുന്നു, അത്രേ പറയാനുള്ളൂ. അടുത്തായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലീക്കാണ്. അതായത് സാംസങ്ങിൻ്റെ S25 സീരീസ് ജനുവരിയിൽ ഇറങ്ങുമല്ലോ. S25ൻ്റെ ഗീക്ക് ബെഞ്ച് സ്കോർ പതിയെ ലീക്കായിട്ടുണ്ട്. പറയപ്പെടുന്നത് ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 888 തന്നെയാണെന്നാണ്. പക്ഷേ ഇന്ത്യയിലേക്കുള്ളതാണോ, ഗ്ലോബൽ വേരിയൻ്റ് ആണോ, ഇന്ത്യൻ വേരിയൻ്റ് ആണോ എന്നൊരു പിടിയില്ല. പല ന്യൂസ് പറയുന്നത് ഇന്ത്യയിൽ മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ S25ലും 25+ലും എക്സിനോസും പിന്നെ S25 അൾട്രയും മാത്രം സ്നാപ്ഡ്രാഗൺ വരുമെന്നാണ്. എല്ലാത്തിനകത്തും കൊണ്ടുവരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അതായിരുന്നു കുറച്ചുകൂടെ ഭംഗി. എന്തായാലും ഒരു വേരിയൻറ്റ് ഗ്ലോബൽ വേരിയൻ്റ് ആവാം. ഗ്ലോബൽ വേരിയൻറ്റിൽ ഇപ്പോൾ S25ൽ 888 കൺഫേം ആയിട്ടുണ്ട്. ഇന്ത്യയിലെ വരുന്ന വേരിയൻറ്റ് ചിലപ്പോൾ കുറച്ചുകാലം കഴിയുമ്പോൾ ലീക്ക് വരുമായിരിക്കും, നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ റിയൽമി അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. റിയൽമി നാർസോ കർവ് പുതിയ ഫോണാണ്. റിയൽമി നാർസോ ടർബോ അല്ല, പ്രോ അല്ല, കർവ്. ലാവയ്ക്കും അങ്ങനെ ഒരു പേരുണ്ടെന്ന്. കർവ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കർവ്ഡ് ആമലോടുള്ള ഒരു ഫോൺ 20,000 പ്രൈസ് റേഞ്ചിലായിരിക്കും. പ്രൊസസ്സർ ഒന്നും കൺഫേം ആയിട്ടില്ല, ഡിസംബറിൽ ലോഞ്ച് ആവുമെന്ന് പറയുന്നു. റിയൽമിക്ക് പിന്നെ ഒരു പണിയില്ല കേട്ടോ. കഴിഞ്ഞ വർഷം റിയൽമി ഫോൺ ഇറക്കാത്തതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഈ വർഷം അതിൻ്റെ സങ്കടം തീർക്കാനാണെന്ന് ചവറ് പോലെ ആഴ്ചയിൽ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നമ്മൾ 2-3 വർഷം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചവറ് കണക്കിന് ഇങ്ങനെ ഇറക്കി സ്വന്തമായിട്ട് ഇറക്കുന്ന ഫോൺസിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഇറക്കിയ ഫോൺ അവർ തന്നെ മറന്നു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അപ്ഡേറ്റോ അതും ഇല്ല. എന്തായാലും കർവ് വരുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് നോക്കാം. അടുത്തായിട്ടുള്ള ന്യൂസ് വരുന്നത് നമ്മുടെ ഏസൂസിൻ്റെ ഭാഗത്താണ്. ഏസൂസിൻ്റെ ROG Phone 9 വരുന്നുണ്ട്. ഡിസംബർ 19-ാം തീയതിയാണ് ലോഞ്ച്. ഇന്ത്യയിലാണോ? അല്ല. താങ്ക് യു. ലാസ്റ്റത്തെ ന്യൂസിലേക്ക് കിടക്കാം. IDCയുടെ ഈ വർഷത്തെ ബ്രാൻഡുകളുടെ മാർക്കറ്റ് ഷെയറിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ദ ഫസ്റ്റ് ബ്രാൻഡ് ഈസ് വിവോ. അതെ, സെക്കൻഡ് ബ്രാൻഡ് ഒപ്പോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഫ്ലൈൻ മാർക്കറ്റ് എവിടെ നോക്കിയാലും ഒപ്പോടെയും വിവോയുടെയും പോസ്റ്ററാണല്ലോ. സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിലേക്ക് പോകും. അതേപോലെ തന്നെ എന്നോട് ഫോൺ സജസ്റ്റ് ചെയ്യുന്നവർ, ഫോൺസ് ചോദിക്കുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുമെങ്കിലും കടയിൽ പോയി എടുക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല അവരോട്. കാരണം കടയിൽ പോയി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫോൺസ് ഒന്നും കടയിൽ കടത്തില്ല. പിന്നെ അവർ അവിടെ ചെല്ലുന്നു, ആ ചേട്ടൻ പറഞ്ഞു ഒപ്പോ വിവോ നല്ല, അപ്പം ശുഭം, അവർ വിവോ മേടിക്കുന്നു, അല്ല ഒപ്പോ മേടിക്കുന്നു, ബൈ ആയിട്ട് എന്നെ വിളിച്ചവർ ഒപ്പോ എടുത്തുന്നു. ഞാൻ ഇത്രയും പറയും, അത്രേ ഉള്ളൂ. അപ്പം വിവോ ഫസ്റ്റാണ്, സെക്കൻഡ് ഒപ്പോ ആണ്, തേർഡ് സാംസങ് കൊണ്ട് കഷ്ടമായിപ്പോയി. പിന്നെ ഫോർത്ത് റിയൽമി. അതെ, ഷവോമിയെ പൊട്ടിച്ച് റിയൽമി. ഇതൊരു ചരിത്ര നിമിഷമാണ്. പിന്നെ 6ാം സ്ഥാനത്ത് ആപ്പിൾ. 10ൽ പോലും ഇല്ലാഞ്ഞതാണ് ആപ്പിൾ. വന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെയും കൊണ്ടുപോകും. പൊക്കോയുണ്ട്, പിന്നെ മൊട്ടറോളയുണ്ട്, IQ OnePlus, അങ്ങനെ ഭാഗ്യത്തിന് മൊട്ടറോള IQ കയറിയോണ്ട് എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു ടെക് ന്യൂസ് ഇത്രേ പറയാനുള്ള. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും